തിരുവനന്തപുരം എസ് കോവിൽ റോഡിലെ കോളേജ് ഹോസ്റ്റലിന്റെ കെട്ടിടം അപകടാവസ്ഥയിൽ. കെട്ടിടത്തിലുണ്ടായിരുന്ന 20ഓളം വിദ്യാർത്ഥികളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. കെട്ടിടം ഏത് നിമിഷവും പൊളിഞ്ഞ് വീഴാമെന്ന് ഫയർഫോഴ്സ്. ജിബിൻ JB വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിബിൻ, എന്താണ് ഈ കെട്ടിടത്തിന്റെ അവസ്ഥ? ഇപ്പം അവിടെയുള്ള കുട്ടികളെയൊക്കെ എങ്ങോട്ടേക്കാണ് മാറ്റിയത്? എന്താണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആര്യ, ഇത് തിരുവനന്തപുരം SS കോവിൽ റോഡിലുള്ള ഒരു ഫാർമസി കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ചുവരുകളെല്ലാം ഏകദേശം പൂർണ്ണമായി പൊളിഞ്ഞ അവസ്ഥയിലാണ്. ഏത് നിമിഷം വേണമെങ്കിലും ഈ ഒരു ഹോസ്റ്റൽ പൂർണ്ണമായി പൊളിഞ്ഞു വീഴാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഈ ഹോസ്റ്റലിൽ താമസമുണ്ടായിരുന്ന 20ഓളം വിദ്യാർത്ഥികളെ ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇത് വലിയൊരു കാലപ്പഴക്കമുള്ള ഒരു കെട്ടിടമാണ്. ഈ ഹോസ്റ്റൽ മഴയും കൂടി പെയ്തതോടുകൂടി തന്നെ ഈ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ചുവരുകളൊക്കെ തന്നെ വെള്ളം കൂടി പിടിച്ചതിന് ശേഷം എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ ഒരു അവസ്ഥയിലാണുള്ളത്. ഈ ഒരു ഹോസ്റ്റൽ കെട്ടിടം ഏകദേശം എപ്പോൾ വേണമെങ്കിലും തകരാവുന്നുള്ള ഒരു അവസ്ഥയിലാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥികളെയും സമീപത്ത് ഈ ടൂറിസ്റ്റുകൾക്കൊക്കെ തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തുന്ന ആളുകൾക്കൊക്കെ തന്നെ താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഹോട്ടലുകൾ സമുച്ചയമൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് ഈ ഒരു കെട്ടിടം തകർന്നു വീണാൽ ആ ഒരു ഹോട്ടലിൽ താമസിക്കുന്ന ആളുകളെ അത് ബാധിച്ചേക്കും. അതുകൊണ്ട് തന്നെ ഈ ഹോട്ടലിലുള്ള ആളുകളെയൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ കാലപ്പഴക്കമുള്ള ഒരു ബിൽഡിംഗാണിത്. ഈ ഒരു പാരാമെഡിക്കൽ കോളേജാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള നിലവിലുള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഈ ചുവരുകളൊക്കെ തന്നെ പൊട്ടിയ അവസ്ഥയിലാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ അത് കാണിക്കുന്നതിനൊക്കെ തന്നെ വലിയ തടസ്സങ്ങളുണ്ട്. എന്തായാലും ഈ ഒരു രീതിയിൽ ചുവരുകളൊക്കെ തന്നെ വെള്ളം പിടിച്ച് പൊട്ടിപ്പൊളിഞ്ഞ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ഒരു ബിൽഡിംഗ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള 20 കുട്ടികളെയും ഇവിടെ ഉണ്ടായിരുന്ന 20 കുട്ടികളെയും ഇവിടെ നിന്ന് പൂർണ്ണമായി മാറ്റി ഈ ബിൽഡിംഗ് ഇപ്പോൾ ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും ഇത് തകരാവുന്ന ഒരു അവസ്ഥയാണ്. ഫയർഫോഴ്സ് ജിബിൻ പറഞ്ഞു, സമീപത്തുള്ള ടൂറിസ്റ്റ് ഹോമുകൾക്ക് പോലും ഒരു ഭീഷണിയായി കെട്ടിടം മാറിയിട്ടുണ്ടെന്ന്. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ആ ഹോസ്റ്റലിലെ ദൃശ്യങ്ങൾ കാണിക്കാൻ കഴിയുമോ? അകത്ത് നിൽക്കുന്നത് എത്രത്തോളം നല്ല കാര്യമാണെന്നും എനിക്കറിയില്ല, അതുകൂടിയുണ്ട്. ഉറപ്പായിട്ടും ഈ ഹോസ്റ്റലിന്റെ പൂർണ്ണമായിട്ട് ഈ ഒരു ഹോസ്റ്റൽ കെട്ടിടം, അതായത് നമ്മൾ ഈ SS കോവിൽ റോഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ ഈ ഹൗസിംഗ് ബോർഡ് എന്ന് പറയുന്ന ജംഗ്ഷനിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു ഹോസ്റ്റൽ കെട്ടിടമുള്ളത്. അതായത് ഒരു ഇട റോഡ് കയറി അകത്തോട്ട് പ്രവേശിക്കുമ്പോഴാണ് ഈ മാതാ കോളേജ് ഓഫ് മെഡിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വകാര്യ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ അകത്തായിട്ട് അവരുടെ ഒരു ഹോസ്റ്റൽ കെട്ടിടമാണ് ഇതെന്ന് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഇതൊരു പഴയ ബിൽഡിംഗ് ആണ്, പഴയ ഒരു ഓടിട്ട കെട്ടിടമാണ്. പഴയ ആ ഒരു രീതിയിലൊക്കെ തന്നെ കൺസ്ട്രക്ഷൻസ് ഒക്കെ തന്നെ നടത്തിയിട്ടുള്ള ഒരു കെട്ടിടമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാലപ്പഴക്കവും ഈ ഒരു കനത്ത മഴയും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു കെട്ടിടത്തിന് ബലക്ഷയം ഉണ്ടായിരിക്കുന്നത്. നമുക്കിവിടെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോളേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ മാതാ കോളേജ് ഓഫ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് തൊട്ട് ചേർന്നുകൊണ്ടാണ് ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച ഈ ടൂറിസ്റ്റുകൾക്കൊക്കെ തന്നെ താമസിക്കാൻ പറ്റുന്ന വലിയൊരു ഹോട്ടൽ കെട്ടിടവും കൂടി ഇതിന് സമീപത്തായിട്ട് കാലപ്പഴക്കമുണ്ടെന്ന് പറഞ്ഞാലും ജിബിൻ, അത് വലിയൊരു ഹോസ്റ്റൽ തന്നെയാണ്. കാലപ്പഴക്കമുണ്ട്, ശരിയാണ്, പക്ഷേ വലിയൊരു കെട്ടിടം തന്നെയാണ്. അത് തകർന്നു വീണാൽ തൊട്ടടുത്ത് തന്നെ ഈ ടൂറിസ്റ്റ് ഹോമുകളൊക്കെ ഉണ്ട്. ഈ രാത്രിയിൽ അവിടെയുള്ള ആളുകളൊക്കെ മാറ്റിയോ? ആദ്യ ഫയർഫോഴ്സ് സംഘം, അതായത് ഈ ഒരു ഹോസ്റ്റൽ കെട്ടിടത്തിൽ ഇത്തരത്തിലുള്ള വലിയ വിള്ളൽ കണ്ടതോടുകൂടി തന്നെ ഇവർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് സംഘം ഉടനെ എത്തി ഇവിടെയുള്ള താമസമുണ്ടായിരുന്ന 20 വിദ്യാർത്ഥികളെ മാറ്റുകയാണ് ആദ്യം ചെയ്തത്. അതിനുശേഷമാണ് ഈ ഒരു ഹോട്ടലിൽ തൊട്ടടുത്തായി പ്രവർത്തിക്കുന്ന ഹോട്ടലിലും ഇത്തരത്തിൽ തൊട്ടടുത്തുള്ള ഈ ഒരു ഹോസ്റ്റൽ കെട്ടിടം അപകടാവസ്ഥയിലാണ്. അത് തകർന്നു വീണ് കഴിഞ്ഞാൽ ഇവിടേക്കും അത് ബാധിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഹോട്ടലിലുള്ള ആളുകളെയൊക്കെ തന്നെ ഇപ്പോൾ മാറ്റാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വലിയ ബിൽഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് എപ്പോൾ മറിഞ്ഞു വീണാലും തൊട്ടടുത്തുള്ള ഈ ബിൽഡിങ്ങുകളെയൊക്കെ തന്നെ അത് ബാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്.